രാമായണം എഴുത്തച്ഛൻ ഒരു പൈങ്കിളിയെക്കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ കിളിപ്പാട്ടായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. കവിയുടെ മംഗളാചരണത്തിനും വിഷയനിർദ്ദേശത്തിനും ശേഷം പൈങ്കിളിയെ ക്ഷണിച്ചു. ആ തത്തയുടെ, തുഞ്ചൻ്റെ തത്തയുടെ മംഗളാചരണവും പ്രതിജ്ഞയും ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ആ കൂട്ടത്തിൽ രാമായണത്തിൻ്റെ മഹിമയും. ഈ ജന്മം കൊണ്ട് തന്നെ ഇത് ശ്രദ്ധയോടുകൂടി അധ്യയനം ചെയ്യുന്നവർക്ക് മുക്തി സിദ്ധിക്കും എന്ന് പറഞ്ഞു. മോക്ഷം ആത്യന്തികമായ ദുഃഖനിവൃത്തിയാണ്. എല്ലാ ദുഃഖങ്ങളിൽ നിന്നുമുള്ള ആത്യന്തികമായ മോചനമാണ് മോക്ഷം, അഥവാ നിരതിശയമായ സുഖപ്രാപ്തിയാണ്. സുഖം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. സുഖം ആഗ്രഹിക്കാത്ത ആരുമില്ല. ഈ നിരതിശയമായ സുഖപ്രാപ്തിക്കാണ് മോക്ഷമെന്ന് പറയുന്നത്. അത് തന്നിലെ എല്ലാ പരിമിതികളും ഒഴിഞ്ഞ അവസ്ഥയാണ്. ആ ഒരു തത്വബോധത്തിലേക്ക് രാമായണം നയിക്കും എന്ന് രാമായണത്തിൻ്റെ പ്രയോജനം, മഹിമ അത് പറഞ്ഞ ഭാഗമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അതുകൊണ്ട് അങ്ങനെയുള്ള രാമായണമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്ത് വേണം പറയുകയാണ്. ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊൾവിൻ ചൊല്ലിയിടുവൻ. ഞാനിതാ ചൊല്ലാൻ പോവുകയാണ്. നിങ്ങൾ ഭക്തി കൈക്കൊണ്ട് കേൾക്കണം. രാമായണം ശ്രവിക്കുമ്പോൾ നിർബന്ധമായും ഭക്തിപൂർവ്വം കേൾക്കാൻ നമുക്ക് സാധിക്കണം. യുക്തി വേണ്ടേ? തീർച്ചയായിട്ടും യുക്തി വേണം. അതുപോലെ ഭാഷാജ്ഞാനം വേണ്ടേ? അതും വേണം. എങ്കിലും ശാസ്ത്രത്തിൻ്റെ സാരം ബോധിക്കാൻ കഴിയണമെങ്കിൽ, നമ്മുടെ ഹൃദയത്തിലേക്ക് ശാസ്ത്ര താല്പര്യം പ്രവേശിക്കണമെങ്കിൽ നമുക്കതിൽ ഭക്തി വേണം. ഗ്രന്ഥത്തിൽ ഭക്തി, ഗ്രന്ഥപ്രതിപാദ്യമായിരിക്കുന്ന വിഷയത്തിൽ ഭക്തി, ഈശ്വരഭക്തി, ഗുരുഭക്തി. ഇങ്ങനെ ഭക്തിപൂർവ്വം ശ്രവിക്കുമ്പോൾ മാത്രമേ ഏതൊരു ശാസ്ത്രമായാലും അതിൻ്റെ സൂക്ഷ്മാർത്ഥം നമ്മളിലേക്ക് പ്രവേശിക്കൂ. ഒരാഖ്യാനത്തിൻ്റെ സൂക്ഷ്മതലങ്ങളിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും യുക്തി വേണം, ഭാഷാജ്ഞാനവും വേണം. അതുകൊണ്ട് ഭക്തിയാ യുക്തിയാ വിഭക്തിയാച്ച ഗ്രാഹ്യം രാമായണം ബുധൈഹി എന്ന് പറയാറുണ്ട്. ഭക്തിപൂർവം, യുക്തിപൂർവം, വിഭക്തിപൂർവം. അവിടെ വിഭക്തി ഭാഷാജ്ഞാനമാണ്. അങ്ങനെ വിദ്വാൻമാരാൽ അല്ലെങ്കിൽ വിവേകികളാൽ രാമായണം കേൾക്കപ്പെടേണ്ടതാകുന്നു. അതിൽ ഏറ്റവും പ്രഥമമായി വേണ്ടത് നിസ്സംശയം പറയാം ഭക്തിയാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊൾവിൻ ചൊല്ലിയിടുവൻ. എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം. രാമമഹിമയെ ചുരുക്കി പറയാൻ പോവുകയാണ്. നിങ്ങൾ ഭക്തിപൂർവ്വം കേട്ടുകൊള്ളൂ. ബുദ്ധിമത്തുക്കളായോരി കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും. ബുദ്ധിശാലികൾ വിവേകത്തോടു കൂടി കേൾക്കണം. കേട്ടതിൻ്റെ സൂക്ഷ്മതത്വം എന്തെന്ന് മനസ്സിലാക്കണം. മാത്രമല്ല, ഇതൊരാഖ്യാനമാണ്, പുരാണ ഭാഗമാണ്, ഇതിഹാസമാണ് വാൽമീകി രാമായണമെങ്കിലും അധ്യാത്മരാമായണം പൗരാണികമാണ്, പുരാണ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം അതിശയോക്തി ഭാഷകളുണ്ടാവും, ന്യൂനോക്തി ഭാഷകളുണ്ടാവും, ചമൽക്കാരപൂർണ്ണം പലതും വർണ്ണിച്ചിട്ടുണ്ടാവും. അപ്പം അവിടെയൊക്കെ പറയുന്ന വാക്കുകൾക്കപ്പുറത്തേക്ക് സൂക്ഷ്മാർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാതെ പറയുന്ന വാക്കുകളിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത്. അതുപോലെ പല കഥകളും പറയുന്ന സമയത്ത് ആ കഥയിൽ നമ്മൾ പെട്ടുപോകരുത്. എപ്രകാരമാണോ കരിക്ക് കുടിക്കുന്ന സമയത്ത് ശുദ്ധമായ കരിക്കിൻ്റെ നീര് കുടിച്ച് അതിൻ്റെ തൊണ്ട് കളയുന്നത്, അതുപോലെ പുരാണ കഥകൾ കേൾക്കുന്ന സമയത്ത്
അതിൻ്റെ സാരതത്വം ഗ്രഹിച്ച് തൊണ്ട് കളയാൻ നമുക്ക് സാധിക്കണം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ബുദ്ധി വേണം, വിവേകപ്രജ്ഞ. അതുകൊണ്ടാണ് പറയുന്നത്, ബുദ്ധിയുള്ളവർ, ബുദ്ധിമത്തുക്കളായവർ ഇക്കഥ കേൾക്കുന്നാകിൽ, ഈ രാമമഹിമ രാമായണം കേൾക്കുകയാണെങ്കിൽ, അവിടെ കഥ എന്ന് പറയുന്നത് കഥിക്കപ്പെടുന്നത്, വിസ്തരിച്ച് പറയപ്പെടുന്നത് എന്ന അർത്ഥത്തിലാണ്. തീർച്ചയായിട്ടും ഇതിൽ കഥാംശങ്ങളുണ്ട്. പുരാണമാകുമ്പോൾ ഇനി ഇതിഹാസത്തിലും അതെ, പല കഥകളും ചേർക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ രാമായണം കഥയല്ല. അത് പ്രത്യേകിച്ച് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. മഹാഭാരതത്തിൽ 10,000 കഥകളുണ്ട്. പക്ഷേ മഹാഭാരതം കഥയല്ല, അത് കെട്ടുകഥയല്ല. രാമായണം കെട്ടുകഥയല്ല, ഇതിൽ കഥകളുണ്ട്. അപ്പോൾ ഈ കഥ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് അർത്ഥമാണ് മനസ്സിലാക്കേണ്ടത്? കഥിക്കപ്പെടുന്നത്, കഥ്യതേ ഇതി കഥ, വിസ്തരിച്ച് പറയപ്പെടുന്നത് ഏതോ അതാണ് കഥ. ഒരു വക്താവിനാൽ വിസ്തരിച്ച് പറയപ്പെടുന്നതൊക്കെ കഥകളാണ്. ആ കഥയ്ക്ക് നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ സാങ്കല്പികമായി ഒരാൾ എഴുതിയുണ്ടാക്കിയ കഥ എന്ന അർത്ഥം എടുക്കരുത്. കാരണം മലയാളത്തിൽ കഥ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ അങ്ങനെയാണ് പോവുക. അങ്ങനെയാണ് പല പ്രഭാഷകന്മാർ പോലും രാമായണത്തിലെ കഥാപാത്രങ്ങൾ എന്നൊക്കെ പറയാറുണ്ട്. അത് അസ്വീകാര്യമാണ്. ശ്രീരാമനോ സീതയോ ലക്ഷ്മണനോ ഒന്നും തന്നെ രാമായണത്തിലെ കഥാപാത്രങ്ങളല്ല. കാരണം രാമായണം ഒരു സാങ്കല്പിക കഥയല്ല. എന്നാൽ രാമായണത്തിൽ പല കഥകളുണ്ട്, അതിൽ കഥാപാത്രങ്ങളുമുണ്ട്. ശ്രീരാമൻ പറയുന്ന പല കഥകളുണ്ട്, സീത പറയുന്ന കഥകളുണ്ട്. ഏറ്റവും അധികം ഇതിൽ കഥകൾ പറഞ്ഞത് വിശ്വാമിത്രനാണ്. അങ്ങനെ പലര് പറയുന്ന കഥകളുണ്ട് രാമായണത്തിൽ. പക്ഷെ രാമായണം കഥയല്ല എന്ന് വ്യക്തമായൊരു ധാരണ നമുക്കുണ്ടായിരിക്കണം. അത് നമ്മുടെ ഭാരതീയ ജീവിത വീക്ഷണത്തെ വാർത്തെടുത്ത ഇതിഹാസമാണ്. ഇതിഹാസത്തിൻ്റെ മൂലതന്തുക്കൾ അത് തലമുറകളായി ഇപ്രകാരം ഇവിടെ ഉണ്ടായിരുന്നു എന്ന നിലയ്ക്ക് കൈമാറപ്പെടുന്ന മഹിത ചരിതങ്ങളാണ്. ആ മഹിത ചരിതങ്ങൾ കേവലം കെട്ടുകഥകളല്ല. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം രാമായണത്തെയും മഹാഭാരതത്തെയും ഒക്കെ വെറും കഥകളായി അവതരിപ്പിക്കാനുള്ള ഒരു ത്വര നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയൊക്കെയോ വർദ്ധിക്കുന്നുണ്ട്. അതിനാൽ പ്രഭാവിതരായി പലപ്പോഴും ഭക്തിമാർഗത്തിൽ ചരിക്കുന്നവരും അധ്യാത്മതത്വ പ്രതിപാദനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമായവർ പോലും അറിയാതെ എങ്കിലും കഥാപാത്രങ്ങൾ, കഥ എന്നൊക്കെ പറഞ്ഞു പോകുന്നത് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കഥ എന്ന് പറയുമ്പോൾ വിസ്തരിച്ച് പറയപ്പെടുന്നത് എന്ന അർത്ഥത്തിൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ, അല്ലാതെ സാങ്കല്പിക കഥ എന്ന അർത്ഥത്തിൽ എടുക്കരുത്. അപ്പോൾ ഈ കഥ കേൾക്കുകയാണെങ്കിൽ യാതൊരു സംശയവുമില്ല, ബദ്ധരാകിലും ഉടൻ മുക്തരായി വന്നുകൂടും. അവർക്ക് ഏത് അജ്ഞാന ബന്ധനത്തിൽ അകപ്പെട്ടവരാണെങ്കിലും ജ്ഞാനം പ്രകാശിക്കുന്നതിലൂടെ മുക്തരായി, സർവ്വദുഃഖങ്ങളിൽ നിന്നും മുക്തരായി ഭവിക്കും. ഇതാണ് രാമായണത്തിൻ്റെ പ്രാധാന്യവും പ്രയോജനവും.